ഇന്ന് നമ്മൾ അഞ്ചലിനെ അങ്കൻവാടിയിൽ കൊണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾ പോകുന്നില്ലായിരുന്നു. നമുക്ക് പനി ക്ഷീണമൊക്കെ ആയതുകൊണ്ട് പോകുന്നില്ലായിരുന്നു. അപ്പോൾ മടിയൊന്നുമില്ല, വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് മടിയൊന്നുമില്ല. അവൾ എൻ്റെ കൂടെ ഇങ്ങനെ വന്നു. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അവളെ ഫോണിലോട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. അവൾ അവളുടേതായ ഒരു ലോകത്ത് ഇങ്ങനെ കളിച്ചോണ്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പോയി. ഒരു മെയിൻ റോഡുണ്ട്, മെയിൻ റോഡ് കടന്നിട്ട് വേണം അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ പിടിച്ച് അങ്ങനെ പോവാണ്. ഒത്തിരി വണ്ടി വരുന്ന റോഡാട്ടോ. അപ്പം ഞങ്ങളുടെ അങ്കൻവാടിയിലോട്ട് പോകുന്ന ചെറിയൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ കയറിയിട്ട് വേണം. കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടുന്ന് പോയ പോലെ ആയിരുന്നില്ല അവളവിടെ ചെന്ന് കഴിഞ്ഞപ്പം. ഞാൻ അവിടെ ഇരിക്കുന്നിടത്ത് അവൾ ഇരിക്കുക, ഞാൻ എണീച്ച് പോരാൻ നോക്കുമ്പോൾ അവളും കൂടെ പോരും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അവിടെ കൊണ്ട് ഇരുത്തി. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവളെ അവിടെ കൊണ്ട് ഇരുത്തി. കുറേ പിള്ളേരെ ചെരുപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. തിരിച്ച് ഞാൻ 1 മണിയായപ്പോൾ അവളെ കൂട്ടാൻ പോയി. അന്നേരം ഞാൻ ആ അങ്കൻവാടീൻ്റെ ഇതൊക്കെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. എന്നിട്ട് ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവൾ ആകെപ്പാടെ ഡള്ളായിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയുക ചെയ്തേ. നമുക്ക് തീരെ കംഫർട്ടബിൾ അല്ലായിരുന്നു, പെട്ടെന്ന് പോയിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ അവളെ കൂട്ടി ഞങ്ങൾ നടന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു വഴിയിൽ. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് 2 ചേമ്പലയൊക്കെ പറിച്ചു. ഞാൻ കുട എടുത്തിട്ടുണ്ടായില്ല. ഞാനും അഞ്ചലും കൂടെ തലയിൽ വെച്ചിട്ട് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോയി. അപ്പം അത്രയേ ഉള്ളൂ.